നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിൽ വൻ കർഷക പ്രക്ഷോഭം. കർഷകർ ഉൽപ്പന്നങ്ങൾ കളക്ടറേറ്റിന് മുന്നിൽ ഉപേക്ഷിച്ചു. പതിനായിരങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്ന കർഷക റാലിയിൽ അണിനിരുന്നത്. സഹകരണ സംഘങ്ങൾ വ്യാപകമായി കള്ളപ്പണം സൂക്ഷിക്കുന്നുവെന്ന് ബി.ജെ.പി. നേതാക്കൾ പ്രചാരണം നടത്തുമ്പോഴാണ് സഹകരണ സംഘങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാടായ ഗുജറാത്തിലെ കർഷകർ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ 500,000 രൂപ നോട്ടുകൾ മാറ്റി നൽകുന്നത് തടയുകയും ഉപഭോക്താവിന് അക്കൌണ്ടിലെ പണം പിൻവലിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു റോഡ് ഉപരോധം. പഞ്ചസാര, പച്ചക്കറി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ ട്രാക്ടറുകളിൽ എത്തിച്ച് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ ഉപേക്ഷിച്ചു. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനാവാത്തതിനാലാണ് വിളകൾ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് കർഷകർ പ്രതിഷേധിച്ചത്. 6 ലക്ഷം അക്കൌണ്ടുകളാണ് ഗുജറാത്തിൽ കർഷകർക്ക് ജില്ലാ സഹകരണ സംഘങ്ങളിലുള്ളത്. ഇവയിലൊന്നും 500,000 രൂപ നോട്ടുകൾ സ്വീകരിക്കുകയോ തങ്ങളുടെ അക്കൌണ്ടിലുള്ള പണം പിൻവലിക്കാനോ സാധിക്കുന്നില്ല. ഗുജറാത്തിൽ സഹകരണ സംഘങ്ങൾ കർഷകരുമായി ഇഴചേർന്നാണ് പ്രവർത്തിക്കുന്നത്. കർഷകർ വിളകൾ വിൽക്കുന്നതും പണമിടപാടുകൾ നടത്തുന്നതും സഹകരണ സംഘങ്ങൾ മുഖേനയാണ്. ദക്ഷിണ ഗുജറാത്തിൽ 22,000 ചന്തകളാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി പ്രവർത്തിക്കുന്നത്. ഇവയ്ക്കൊന്നും RBI നിർദ്ദേശം മൂലം ഇപ്പോൾ പണം ലഭിക്കാതായി. കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട നോട്ട് നിരോധനത്തിനെതിരെ നടന്ന സമരത്തിൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 10,000-കണക്കിന് കർഷകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. സഹകരണ ബാങ്ക് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംയുക്ത സമരത്തിൽ UDF-ൽ ഭിന്നത. സംയുക്ത സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസ് നിലപാട് തള്ളി ലീഗ് രംഗത്തെത്തി. യോജിച്ച പ്രക്ഷോഭമാണ് വേണ്ടതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ് പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഇടതുമുന്നണിയുമായി ഒത്തുചേർന്ന് സമരം ചെയ്യാനുള്ള നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. എന്നാൽ ഒരുമിച്ചൊരു സമരത്തിന് പാർട്ടി വേദികളിലൊന്നും തീരുമാനമെടുത്തിട്ടില്ല എന്ന് VM സുധീരനും MM ഹസനും ഇന്ന് വ്യക്തമാക്കി. സമാന രീതിയിലുള്ള ആ പ്രതിഷേധം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികളോട് സമാനമായി പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സംയുക്തമായ സമരം നടത്തുക എന്നർത്ഥമല്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാൽ സഹകരണ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ മുഴുവൻ വിഷയമാണെന്നും സഹകരണ മേഖലയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞ് KP മജീദ് കോൺഗ്രസ് നിലപാടിനെ പൂർണ്ണമായും തള്ളി. കേരളത്തിന്റെ പൊതുവായൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവ് കണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് പൊതു അഭിപ്രായമാണ്. സഹകാരികളുടെ പൊതു അഭിപ്രായമാണ്. ഇത് CPM-മായി സഹകരിക്കുക എന്നതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബംഗാളിലെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം ഉണ്ടെന്ന് കാട്ടി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് PB അംഗം മുഹമ്മദ് സലീം കത്തെഴുതിയെന്ന പ്രചാരണം വ്യാജമെന്ന് CPM കേന്ദ്ര നേതൃത്വം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് നുണകൾ പ്രചരിപ്പിക്കുന്നതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. ജെയ്റ്റ്ലിക്ക് കത്തെഴുതിയിട്ടില്ലെന്ന് PB അംഗം മുഹമ്മദ് സലീം വ്യക്തമാക്കി. രാജ്യത്തെ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കാനായി പാർട്ടി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മുഹമ്മദ് സലീം പീപ്പിൾ TVയോട് പറഞ്ഞു. കേരളത്തിൽ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIM സമരം നടത്തുമ്പോൾ ബംഗാളിലെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമുണ്ടെന്ന് കാട്ടി PB അംഗം മുഹമ്മദ് സലീം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് കത്തെഴുതിയെന്നായിരുന്നു ചില മാധ്യമങ്ങളും BJP നേതാക്കളും പ്രചരിപ്പിച്ചത്. എന്നാൽ കത്തെഴുതിയെന്നത് അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്നും CPIM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. Muhammad Salim drew the attention of the police and the authorities to a criminal act perpetuated by a Trinamool leader in Bengal. There is no such letter written by Mohammad Salim. There is no such memorandum given to Arun Jaitley or anybody else by Mohammad Salim. So this is absolutely the height of absurdity and lies. ജെയ്റ്റ്ലിക്ക് കത്തെഴുതിയിട്ടില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പീപ്പിൾ TVയോട് പറഞ്ഞു. റായ്ഗഞ്ചിലെ തൃണമൂൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നോട്ട് നിരോധനം വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ 58 കോടി രൂപ നിക്ഷേപം വന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് ആ ബാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഒരു ബാങ്കിന്റെ കാര്യം പേരെടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും അത്താണിയായ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. No letter is written to anybody, but I made through the press the allegation that in my constituency, that is Raiganj Central Cooperative Bank, the Trinamool Congress have captured the bank with the help of goons forcibly, and now they are utilizing some of the accounts and some of the branches. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ പാർട്ടിയിൽ ഭിന്നതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്നും മുഹമ്മദ് സലീം അഭിപ്രായപ്പെട്ടു. M. സന്തോഷ്,
ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് അസാധുവാക്കൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ യോഗം ചേർന്നാണ് ബദൽ മാർഗങ്ങൾക്ക് രൂപം നൽകിയത്. ജില്ലാ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ഇടപാടുകൾ നടത്താനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ ധാരണയായതായി മന്ത്രി പറഞ്ഞു. നോട്ട് അസാധുവാക്കൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ യോഗം ചേർന്നാണ് ബദൽ മാർഗങ്ങൾക്ക് രൂപം നൽകിയത്. ജില്ലാ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ഇടപാടുകൾ നടത്താനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ ധാരണയായതായി മന്ത്രി പറഞ്ഞു. അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഹോൾട്ടികോർപ്പ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ജില്ലാ ബാങ്കിൻ്റെ ഉറപ്പിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. നിക്ഷേപം ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനായി ബാങ്കുകൾ നിക്ഷേപകർക്ക് പ്രത്യേക കാർഡ് നൽകും. കൺസ്യൂമർ ഫെഡ്, മാവേലി സ്റ്റോർ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സൗകര്യമൊരുക്കുക. സ്ഥാപനങ്ങൾക്ക് ബാങ്ക് പിന്നീട് പണം നൽകും. ഇതിനായി സ്വകാര്യ സ്ഥാപനങ്ങളുമായും വ്യാപാരി സംഘടനകളുമായും സർക്കാർ ചർച്ച നടത്തും. മന്ത്രിസഭയായിരിക്കും ഈ നിർദ്ദേശങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന റിസർവ് ബാങ്ക് നടപടികൾക്കെതിരെ ജില്ലാ സഹകരണ ബാങ്കുകൾ സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളെ എതിർക്കുമെന്നും എന്നാൽ ബാങ്കുകളിലെ നിക്ഷേപം സംബന്ധിച്ച നിയമാനുസൃതമായ ഏതു പരിശോധനയ്ക്കും സർക്കാർ എതിരല്ലെന്നും മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തയിലേക്ക്. സഹകരണ ബാങ്കുകൾക്ക് താഴിടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം അനിശ്ചിതത്വത്തിൽ ആക്കുന്നു. കൊല്ലം അച്ചൻകോവിൽ സ്വദേശിനി ആതിരയുടെ വിവാഹം നടക്കണമെങ്കിൽ സഹകരണ ബാങ്കിലെ 2 ലക്ഷം രൂപയുടെ നിക്ഷേപം പിൻവലിക്കാൻ ആകണം. എന്നാൽ മന്ത്രിയുടെ പീപ്പിൾ TV വാർത്തയെ തുടർന്ന് മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. ായ ശശിധരൻ നായർ, സുജാത ദമ്പതികളുടെ മകൾ ആതിരയുടെ വിവാഹം അടുത്ത മാസം 4-നാണ് നിശ്ചയിച്ചിരുന്നത്. വിവാഹ ചെലവിനായി ആകെയുള്ള 25 സെന്റ് സ്ഥലം സുജാത ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി. പണം കയ്യിലിരുന്നാൽ ചെലവായി പോകുമെന്ന് ഭയന്ന് വായ്പയായി ലഭിച്ച തുക സഹകരണ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. മോഡി സർക്കാരിന്റെ 8-ാം തീയതിയിലെ 8ന്റെ പണിയായി നോട്ട് നിരോധനവും സഹകരണ ബാങ്കുകളുടെ പണമിടപാട് തടഞ്ഞുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഉത്തരവും ഓട്ടോ തൊഴിലാളിയായ ശശിധരൻ നായരെയും കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചു. വിവാഹ ചെലവിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണിവർ. പെട്ടെന്നാണ് ഒരു രാത്രിയിൽ അറിയുന്നു, പഴയ നോട്ടുകളെല്ലാം നിരോധിക്കുകയോ ചെയ്യുകയോ ചെയ്തു. അങ്ങനെ ഇപ്പോൾ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാൻസാക്ഷനും അവർ നടത്തുന്നില്ലെന്ന് പറയുകയും ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഡിസംബർ 4-ാം തീയതിയാണ്. അത് നടത്താൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വസ്തു കൊണ്ട് പണയം വെച്ചുള്ള പൈസയല്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞത് തന്നാൽ മതിയില്ല, നമ്മുടെ തീർന്നു പോകുമല്ലോ. തീർന്നുമല്ലോ, നമ്മൾ സമയമാകുമ്പോൾ എടുത്താൽ മതില്ലോ എന്ന് പറഞ്ഞു. അപ്പത്തേന്ന് പൈസയ്ക്ക് എന്നാ പറഞ്ഞ ഓർഡറായി, പഴയ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഇന്നാളെ വരാൻ തരാന്നാ പറഞ്ഞിരുന്നത്, ഇപ്പം ചെന്ന് ചോദിച്ചപ്പം തരുന്നില്ലെന്ന് പറയുന്നു. ജീവിതത്തിൽ ഇതുവരെ കള്ളനോട്ട് നേരിൽ കണ്ടിട്ടില്ലാത്ത തങ്ങളെയാണോ മോഡി സർക്കാർ കള്ളപ്പണക്കാരാക്കിയതെന്ന് സുജാത ചോദിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ശശിധരൻ നായർ, സുജാത ദമ്പതികളെപ്പോലെ നിരവധി പേർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. ആതിരയുടെ ജീവിതം ഇനി ചോദ്യചിഹ്നവുമാവുകയാണ്. കൊല്ലം അച്ചൻകോവിലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ആ വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര നിലപാട് മൂലം സഹകരണ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാനാകാതെ വിവാഹം അനിശ്ചിതത്തിലായ ആര്യങ്കാവ് സ്വദേശിനി ആതിരയ്ക്കായുള്ള പീപ്പിൾ TVയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഫലം കണ്ടു. ബാങ്കിൽ നിക്ഷേപിച്ച തുക ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റും. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എപ്പോഴായിരുന്നു ബാങ്ക് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത്? ഒപ്പം മന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെട്ടതായി അറിയപ്പെടുന്നുണ്ട്. നമ്മൾ രാവിലെയാണ് വാർത്ത നൽകിയത്. ഈ വാർത്തയെ തുടർന്ന് തന്നെയായിരുന്നു നടപടി. പീപ്പിൾ TV ആണ് ഇത് ജനമധ്യത്തിൽ, അതായത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ തകർച്ചയും അതുപോലെ ഇപ്പോൾ അതായത് റിസർവ് ബാങ്കിന്റെ നടപടി മൂലം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആതിര എന്ന യുവതിയുടെ വിവാഹം മുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു. പ്രത്യേകിച്ച് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നയം മൂലം അല്ലെങ്കിൽ അവരുടെ ഉത്തരവ് മൂലം സഹകരണ ബാങ്കുകളിൽ നിന്ന് യാതൊരു പണമിടപാടുകളോ ക്രയവിക്രയങ്ങൾ പാടില്ല എന്ന ഉത്തരവാണ് ഈ ആതിരയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ കാരണം.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ആതിരയുടെ വിവാഹം മുടങ്ങാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല പീപ്പിൾ TV അത് ജനമധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഹാഷ്ടാഗ് പോലുള്ള അത്തരം ഒരു ക്യാമ്പയിൻ, ലൈഫ് ഫോർ ആതിര എന്ന പേരിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി രാവിലെ നമ്മൾ ആരംഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ, മറ്റു പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ ശരി വ്യക്തമാണ്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്നു. ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇത് മഹതി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ട്യൂബ് ചികിത്സാരീതിയിലൂടെ പിറന്ന കുട്ടി. സാധാരണ നിലയിൽ കുട്ടികളുണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധിച്ച തിരുനെൽവേലി സ്വദേശികളായ ദമ്പതികൾക്ക് പിറന്ന മഹതി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലും പുതിയ നാഴികക്കല്ലായി മാറി. സർക്കാർ ആശുപത്രിയിൽ ഇത് രണ്ടാം തവണയാണ് കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുഞ്ഞു പിറക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സഹകരിച്ച് നടത്തുന്ന ഒരു നമ്മുടെ യൂണിറ്റാണ് ഫെർട്ടിലിറ്റി യൂണിറ്റ്. ഞങ്ങളെ കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം അനുസരിച്ച്, അതായത് നമുക്ക് കിട്ടാവുന്ന ഒരു ഫെസിലിറ്റി വെച്ചിട്ട് മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 80,000 റുപ്പീസ് അതിനാകുന്നുള്ളൂ. അതേസമയം വെളിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട്. നവജാത ടെസ്റ്റ് ട്യൂബ് ശിശു ആരോഗ്യവതിയാണെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർ അജയകുമാർ പറഞ്ഞു. നമ്മൾ ഇത് തുടങ്ങിയത് 9 months ബാക്ക് നമ്മൾ തുടങ്ങുന്നത്. ഈ നമ്മൾ എഗ്ഗും ബീജവും എല്ലാം കൂടി ചേർത്ത് 9 മാസം മുമ്പ് തുടങ്ങിയത്. അത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇതുവരെ എത്തി. ബേബി ഡെലിവറി ചെയ്തു. ബേബി ഫൈനാണ്, മദറിനോടാണ്, ഫീഡ് ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയാണ്, 2.7 കിലോഗ്രാമാണ്. 200-ലധികം യുവതികളാണ് ടെസ്റ്റ് ട്യൂബ് ചികിത്സാ മാർഗത്തിനായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മാസം 24-ന് ടെസ്റ്റ് ട്യൂബ് ചികിത്സയിലൂടെ പിറക്കാനിരിക്കുന്ന മറ്റൊരു കുട്ടിക്കായി കാത്തിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കലാഭവൻ മണിയുടെ മരണത്തിൽ സുഹൃത്തുക്കളുടെയും സഹായികളുടെയും നുണപരിശോധനാ റിപ്പോർട്ട് പോലീസിന് കൈമാറി. പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും മുമ്പ് പോലീസ് നൽകിയ മൊഴിയിൽ 6 പേരും ഉറച്ചുനിന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിനിടെ നുണപരിശോധനാ ഫലം അംഗീകരിക്കുന്നില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ആത്മഹത്യ, കൊലപാതകം, സ്വാഭാവിക മരണം എന്നീ 3 സാധ്യതകളിലൂന്നിയ അന്വേഷണ സംഘത്തിന് വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരണസമയത്ത് പാടിയിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. സുഹൃത്തുക്കളെയും സഹായികളെയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തിരുന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മണിയുടെ ഭാര്യയും സഹോദരനും ആരോപണത്തിൽ ഉറച്ചുനിന്നതോടെയാണ് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയോടെ സുഹൃത്തുക്കളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത്. അനീഷ്, വിപിൻ, മുരുകൻ, അരുൺ, മണിയുടെ മാനേജർ ജോബി, ഡ്രൈവർ പീറ്റർ എന്നിവരെയാണ് ഒക്ടോബർ അവസാന വാരം തിരുവനന്തപുരത്ത് എത്തിച്ച് പരിശോധന നടത്തിയത്. എന്നാൽ ഇവർ പോലീസിന് നൽകിയ മൊഴികൾ തന്നെയാണ് നുണപരിശോധനയിലും ആവർത്തിച്ചതെന്ന് പോലീസിന് കൈമാറിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മരണത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വ്യാജമദ്യം നൽകി മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുമാണ് പോലീസ് സുഹൃത്തുക്കളിൽ നിന്ന് മൊഴിയെടുത്തത്. ഇക്കാര്യങ്ങളിൽ അസ്വാഭാവികത ഇല്ലെന്ന നുണപരിശോധനാ ഫലം പുറത്തു വന്നതോടെ മണിയുടേത് സ്വാഭാവിക മരണമെന്ന സാധ്യത ബലപ്പെടുകയാണ്. അതിനിടെ നുണപരിശോധനാ ഫലം അംഗീകരിക്കുന്നില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. കലാഭവൻ മണിയുടെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും CBI കേസ് ഏറ്റെടുത്തിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജന് ജിഷ വധക്കേസിന്റെ ചുമതല നൽകിയതോടെ നിലവിൽ ചാലക്കുടി DYSPയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഉന്തും തള്ളും വാക്കേറ്റവും. കമ്മിറ്റിയുടെ ഫണ്ട് വകമാറ്റുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോൺഗ്രസ് പുനഃസംഘടന നടക്കാനിരിക്കെ ഉണ്ടായ സംഘർഷം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുകയാണ്. തിരുവനന്തപുരം DCC യോഗത്തിലാണ് കയ്യാങ്കളിയോളം എത്തിയ സംഘർഷമുണ്ടായത്. DCCയുടെ അക്കൗണ്ടിലുള്ള 1,20,00,000 രൂപയിലെ ഒരു വിഹിതം DCCയുടെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നേതൃത്വത്തിൽ നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ ഇന്ന് DCC നേതൃയോഗം ചേർന്നപ്പോൾ ചില അംഗങ്ങൾ ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചു. എന്നാൽ മുൻ ധാരണ പ്രകാരം കാര്യങ്ങൾ പോകുമെന്ന് DCC നേതൃത്വം വ്യക്തമാക്കിയതിനെ തുടർന്നാണ് വാക്കേറ്റമുണ്ടായത്. DCC ഭാരവാഹികളായ കൃഷ്ണകുമാർ, ജലീൽ മുഹമ്മദ്, ഷിഹാബ് എന്നിവർ ഫണ്ട് വകമാറ്റുന്നതിനെ ചോദ്യം ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത് DCC ട്രഷറർ അഭിലാഷ് നായർ രംഗത്തെത്തിയതോടെ രംഗം വഷളായി. തുടർന്ന് അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് എല്ലാവരെയും ശാന്തരാക്കിയതോടെ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം.
വെട്ടേറ്റ് മരിച്ച നിലയിൽ യുവാവിനെ റോഡരികിൽ കണ്ടെത്തി. തിരുരങ്ങാടി കൊടിഞ്ഞി പുല്ലാണി ആനന്ദകൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ എന്ന ഫൈസൽ ആണ് മരിച്ചത്. ഫാറൂഖ് നഗർ അങ്ങാടിക്കടുത്ത് റോഡരികിൽ പുലർച്ചെ 5 മൃതദേഹം കാണപ്പെട്ടത്. ശബരിമല തീർത്ഥാടകർക്ക് സന്നിധാനത്തോളം പ്രാധാന്യമുള്ളതായി കണ്ടുവരുന്നതാണ് ഉരക്കുഴി. സന്നിധാനത്തെത്തുന്ന ഭക്തർ ഉരക്കുഴി തീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങാറുള്ളത്. സന്നിധാനത്തോളം പ്രാധാന്യമുണ്ട് ഉരക്കുഴിക്കും. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് പമ്പാ നദി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഉരക്കുഴി തീർത്ഥവും. സന്നിധാനത്ത് നിന്നും 2 കിലോമീറ്റർ മുകളിൽ പാണ്ടിത്താവളത്തിന് സമീപം വനത്തിലാണ് ഈ തീർത്ഥസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പുൽമേട് പാണ്ടിത്താവളം വഴി എത്തുന്ന തീർത്ഥാടകർക്കാണ് ഇവിടേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്നതും. ഒരാൾക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് വിസ്താരം കുറഞ്ഞ കുഴിയാണ് ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഇവിടെ കുളിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഇവിടെ സ്നാനം ചെയ്യാൻ വിശ്വാസികൾ ഇന്നും എത്തിച്ചേരുന്നത്. ഉരക്കുഴി തീർത്ഥത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളോളായിട്ട് നമ്മൾ കേട്ടുകേൾവിയാണ്. നമ്മളെ ഇവിടെ അടുത്താണ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് കുളിക്കുക. കൊടുങ്കാട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നീരൊഴുക്കിന് ഔഷധ ഗുണമുണ്ടെന്നും ഇതിൽ കുളിച്ചാൽ മല കയറിയ ക്ഷീണം ഇല്ലാതാകുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഒരിക്കലും പറ്റാത്ത ഉരക്കുഴി പമ്പയുടെ കൈവഴിയായ കുമ്പളം തോട്ടിലൂടെ ഒഴുകി പുണ്യനദിയുടെ ഭാഗമാകുന്നുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാലും ഉരുൾക്കുഴി ഒരു അത്ഭുതം തന്നെയാണ്. ക്യാമറാമാൻ ദിനേശ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.